എന്നൊരു ഹുങ്കുമുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മാവൻ അപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട. ഏത് നേരം ഒരു ചൂളോടി. ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ? ആ, എനിക്കറിയില്ല. ആനന്ദവല്ലി നീ തന്നെയല്ലി പ്രേമമെന്തെന്നതെന്നോട് ചൊല്ലി. മതി, എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും. ഞങ്ങള് 3 ഭാര്യമാര് കൂട്ടിലടച്ച കിളികളെ പോലെ ഇവിടെ കഴിഞ്ഞോളാം. എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ, ഒരു ബീച്ച്, ഒരു പാർക്ക്, ഒരു ഹോട്ടൽ, ഒരു സ്റ്റൂള്. കണ്ണും പരട്ടം കാണാൻ പാടില്ലാത്ത നീ എങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത്? ഇപ്പൊ കാണാമോ? ഈ കണ്ണട മാറ്റാറായെന്ന് വിചാരമല്ലോണ്ടോ നിങ്ങൾക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ കുറഞ്ഞു. ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങിത്തരാൻ തോന്നിയില്ലല്ലോ. ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം, 2 വേണ്ടേ? ഓ, തമാശ മതി, എനിക്ക് വേറെ പണിയുണ്ട്. അറിയാം, ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി. കാലാകുമ്പോ കയ്യും കഴി വന്നിരുന്നാ മതിയല്ലോ. അതെങ്ങനെയാ ഉണ്ടാവുന്ന അറിയോ? 3 പെണ്ണുങ്ങൾ അടുക്കള കിടന്ന് നരയിക്ക, വിറക് കത്തിച്ച് അമ്മിയിലരച്ചും കല്ലിലാട്ടി ഒക്കെ മടുത്തു. എന്നാ ഭാര്യമാരല്ലേ, അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ്, ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ, ഒരു ഫ്രിഡ്ജ്, എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി, ഒരു മാല, ഒരു വള, ഒരു കുട്ടി, ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെ മതിയെന്ന് നിങ്ങളും വിചാരിച്ചില്ലല്ലോ. ദേ നിർത്തണുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞങ്ങൾ 3 പെണ്ണുങ്ങളിൽ നിന്ന് പുകയ്യ. എന്റെ ഷർട്ടും കിടന്നു പോയെന്നു. അയ്യോ, ഇത് വിക്കും. മുൻഷിയുടെ 3ാമത്തെ മകൻ ഗോപകുമാർ, ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. സരസൻ, വാചാലൻ. ഗോപകുമാറിന്റെ ഭാര്യ 4ാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമ്പുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ്. അർത്ഥം അറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും. ചായ ഡിസ്റ്റർബ് ചെയ്യരുത്. കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണോ? ആ, ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച് വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം. ഞാനിപ്പോ തിരക്കിലാണ്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ ഇല്ല, ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാൻ അറിയിക്കാനാ. വിഷുവിന് നീ വീട്ടിൽ പോകുന്നില്ലേ? ചെയ്ത് മോശമല്ലേ ഇന്ദു? ചേച്ചിമാരും പോണില്ല, അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല, ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാ. മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധിക്കാരനാണ്. ഈ കോളേജ് കുമാരൻ. തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ലൈനുമുണ്ട്. ചന്ദ്രു, കോളേജിൽ പോകാറായി. കസർത്തിനും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചേട്ടനെന്തോ പറയണോന്ന്? നന്ദകുമാരൻ എന്തോ പറയാനുണ്ട്. അർദ്ധോക്തിയിൽ വിരമിക്കണ്ട, പൂർണ്ണമാക്കിക്കോളൂ. കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. എനിക്ക് 3 വാങ്ങിയാലോന്ന്. സെക്കൻഡ് ഹാൻഡ് പോരെ? മതി. അപ്പൊ ശകടമാണ് വിഷയം. ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത്? നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയാ പോരെ? അത് 2 ശകടങ്ങട് വേണം. അല്ല അച്ഛാ, പോണ വഴിക്ക് 1-2 ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ബസ് പോവാലോ. ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട്. നിങ്ങളൊക്കെ മുതിർന്നു, ജോലിക്കാരായി, ശമ്പളക്കാരായി, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്.
അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള 3 മാമഭാഗങ്ങളും. എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന്. സന്തോഷം. അച്ഛന്റെ അഭിപ്രായം പറയാം. ഗോപന് അവന്റെ കമ്പനി വക ശകടുണ്ട്. നമുക്ക് പണം ചെലവില്ല. ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ തുടം കൊണ്ട് തേവാൻ പറ്റൂന്ന വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട. 3ാമത് ഒരെണ്ണം കൂടി വേണ്ട. അല്ല, അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം, വിരോധമില്ല. അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ? വണ്ടി വേണ്ട. വേണ്ട വേണ്ട വേണ്ട. തെക്ക് വശത്തൊരു ചായപ്പ് ഇറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ. ആകാം ആകാം. ആകാം, പോകാം. മാളേക്കൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ. പുതിയ താമസക്കാര് വരുമായിരിക്കും. വിട് വിട്. മക്കളെ സൂക്ഷിച്ചു പോണം. അതൊക്കെ പോയാ മതി. ശരിയച്ചാ. അച്ഛന് ഭയങ്കര പേടിയാ. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ. ഒന്ന് വെറുതെ ഇരുന്നൂടെ? പോയി വെള്ളം എടുത്തോളൂ അടി. ചൊട്ടയിലെ ശീലം ചുടല വരെ. ജാത്തിയിലുള്ള തൂത്താ പോവില്ല. എന്റെ വിധി. പല്ലുതീപ്പും കുലുക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ? എന്നും ഇങ്ങനെ കാറിയും തുപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ? എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കുന്നു. മുനിഷി പരമേശ്വരൻ പിള്ള. മുനിഷി പരമേശ്വരൻ പിള്ളയ്ക്ക് എന്താ കുഴപ്പം? ആ വീടിന്റെ പേര് പോലെ തന്നെയാ അവിടുത്തെ അന്തരീക്ഷവും. മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ. എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ? അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ. എടീ, നിന്റെ മുനിഷി പരമേശ്വരൻ പിള്ളയുടെ കയ്യിൽ ഇതുണ്ടോടി? എന്നാൽ ഈ വേലപ്പന്റെ കയ്യിൽ അതുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല. ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പേർക്ക് എഴുതി തന്ന ആളല്ലേ ഏട്ടൻ? ഇനി ആർത്തി തീർന്നില്ലേ? പണം ഉണ്ടായിട്ട് എന്താ കാര്യം? പാരമ്പര്യം വേണ്ടേ? നിങ്ങക്ക് ഞാനപ്പം താന്നവനായിപ്പോയി. പക്ഷേ നാട്ടുകാർക്ക് ഈ പൂതക്കോടം വേലപ്പൻ. നാട്ടുകാര് പൂത്തക്കോടം വേലപ്പൻ എന്നല്ലേ വിളിക്കുന്നത്? എന്റെ ഒരു യോഗം. ഏട്ടന്റെ 4 ആമക്കള് എന്ത് യോഗ്യന്മാരാ. നമ്മുടെ മക്കൾക്ക് എന്താടി കുഴപ്പം? മോക്ക് കുഴപ്പമൊന്നുമില്ല. അവക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കണേ. അതിനെന്ത്? മോനൊരെണ്ണം ഉണ്ടല്ലോ. വിത്ത് ഗുണം 10. അസൂയ. നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുട്ടിച്ചോറാക്കിയില്ലേ? ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ? അതേടോ മാപ്പിളെ, പുതുതായിട്ട് കാണിക്കാൻ പോവാ. താൻ ഈ സിനിമാ മാസികളിലെ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ, ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ്. മുകേഷ്, രാജം പി ദേവ്, കൽപ്പന, മാള ഒക്കെ ഉണ്ട്. അയ്യടാ, അവരെയൊക്കെ ആർക്ക് വേണോടോ? വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം, തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി, യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുന റാണി കണ്ടിട്ടുണ്ട്. യമുന റാണി വരുന്നുണ്ടാ? ഉണ്ട്. തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല, ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക്. എന്താ ഇത്? യമുന റാണിക്ക് അല്പം ശുദ്ധമാക്കിട്ടെ. മാറിക്കാനോടോ പറഞ്ഞത്? മാറിക്ക. താനാരാ? അത് ചോദിക്കാൻ താനാരാ? വന്ന് കേറിക്കോളോ ഓരോ മാരണങ്ങള്. അങ്ങനെ വന്നു കയറിയല്ലോ. ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ. മാറി നിക്കടാ. മാറി മാറി മാറാൻ. ചേച്ചി, ചേച്ചി, ഞാൻ അനിയൻകുട്ടി. ഞാനാ ഈ വീട് അറേഞ്ച് കൊടുത്തു. താങ്ക് യു. തൊട്ടടുത്താ ഞാൻ താമസിക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും. യമുന റാണി. മിസ്റ്റർ രാംകുമാർ. യെസ് മാഡം. ഓക്കെ. എന്തോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്റെ ചേച്ചി യമുന റാണി, സിനിമ നടി യമുന റാണി. നോക്ക്.
നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട്. AC ഉണ്ട്, പക്ഷെ AC വേണമെന്നില്ല. നല്ല കാറ്റാ. Fantastic. Beautiful. Kerala is like heaven. Now I feel I should settle down here. ഓ ഒന്നേ കണ്ടുള്ളൂ. കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? കണ്ടോന്ന് കൺകുളിരെ ഇനി ദിവസം കാണാം. തൊട്ടടുത്ത വീടല്ലേ? എനിക്കും കഞ്ഞി വേണ്ട, വയറ് നിറഞ്ഞു. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെയും മത്തിയൊന്നും അല്ലട ചക്ക. മനീഷി കൊയിരാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണം, ഹിന്ദി. ഓ, എനിക്ക് മഞ്ജു വാര്യർ മതി. ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ അവന്റെ ഒരു മഞ്ജു വാര്യര്. ഈ യമുന റാണി എല്ലാരും കടത്തി വെട്ടും. നേരാ, ഇന്നാള് ഞാനൊരു പടം കണ്ടു. ഒറ്റയ്ക്ക് പടം കാണാൻ പോയോ? കുടുങ്ങി. പടം എന്ന് പറഞ്ഞ പോസ്റ്റർ, വാൾ പോസ്റ്റർ. എന്തിനാ ആനന്ദവല്ലി സിനിമ കാണുന്നത്? എന്തായാലും യമുന റാണി തൊട്ട അയൽവക്കത്തല്ലേ, ഒരു ഔചിത്യം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്ന് അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട. വേണ്ടേ? അതൊന്നും വേണ്ടി വരൂല. അതിനെ അനിയൻകുട്ടിയുണ്ട്, അവനാ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ആ, അവനിപ്പോ നിലത്തൊന്നും അല്ല. എന്നാ നിലത്ത് ഇറക്കണം. അവനെന്താ കാര്യം? വിഷമിക്കണ്ട ചേട്ടാ, തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാർ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടതൊന്നും അവരുടെ സ്ഥിരതാമസാക്കാൻ പോകണമെന്ന്. യമുന റാണിയുടെ കാര്യം സിനിമാക്കാർ നോക്കിക്കോളൂ. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി വരിക, എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു. കൊറേ നേരമായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിയിട്ട്. യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ, ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില്. നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഇന്ദു, വേഗം മാറി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ, നീ അങ്ങോട്ട് നോക്ക്. യോ, ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല, എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ, യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അരിയുമോന്ന്? കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചേ. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട്, മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്നാ ഒറ്റുമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ക. എപ്പോഴാ വരേണ്ടത്? இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി. ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ശർക്കര ഇട്ടാ മതി.
കുട്ടികളെ